നമസ്കാരം. പള്ളിത്തന്തമാരും ജാതിക്കോമരങ്ങളും നാടുഭരിക്കുന്ന നവകോരളം. സ്വാതന്ത്ര്യം കിട്ടി 78 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഈ പള്ളിത്തന്തമാരും ജാതിക്കോമരങ്ങളും നാടുഭരിക്കുന്ന നവകോരളമാണ് ഇത് എന്നുള്ളതാണ്. ഇവിടെ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടന്നാൽ പോലും അതിൽ വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നത് ഇവിടുത്തെ സമുദായ നേതാക്കൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ജാതിക്കോമരങ്ങളാണ്. ആര് മത്സരിക്കണം, ഏത് ജാതിക്കാരൻ മത്സരിക്കണം, എവിടെ മത്സരിക്കണം എന്നൊക്കെ അരമനയിലെ പള്ളിത്തന്തമാരും പെരുന്നയിലെ പോപ്പും കണിച്ചുകുളങ്ങരയിലെ നടേശ ഗുരുവുമൊക്കെ തീരുമാനിക്കും. എന്നിട്ട് അതിന് ഇട്ടിരിക്കുന്ന ഓമന പേരാണ് ജനാധിപത്യം. കേരള രാഷ്ട്രീയത്തിൽ തിളച്ചുമറിയുന്ന ജാതിക്കളികളാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ്. എന്തൊരു രാഷ്ട്രീയമാണ് ഇത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കേരളത്തിൽ എവിടെയും എന്തിനും ജാതി തിരിച്ചു നൽകുന്ന ഒരു വ്യവസ്ഥിതി ഉണ്ടായിരിക്കുന്നു. ചാതുർവർണ്ണ്യത്തിൻ്റെ കാലമൊക്കെ കടന്നുപോയി എന്ന് അവകാശപ്പെടുമ്പോഴും നമ്മുടെ കേരളത്തിൽ ജാതികൾക്കായി വീതം വെപ്പ് തുടരുകയാണ്. ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുന്നു. സവർണനും അവർണനുമെന്ന വേർതിരിവിന് കുറവുണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ സംവരണമെന്ന ഓമന പേര് നൽകി ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിച്ചു നിർത്തുന്നു രാഷ്ട്രീയ ഭരണാധികാരികൾ. എന്തൊരു ഗതികെട്ട സംവിധാനമായി മാറിയിരിക്കുന്നു നമ്മുടെ ഭരണകർത്താക്കൾ പോലും എന്ന് പറയേണ്ടിയിരിക്കുന്നു. നമ്മുടെ രാഷ്ട്രീയവും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ നിലനിൽപ്പ് രാഷ്ട്രീയമാണ് ഇപ്പോൾ ഇവിടെ നടത്തുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നത്. ജനാധിപത്യം എന്നാൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നവർ ജയിക്കുകയും ഭരിക്കുകയും ചെയ്യുന്ന പരിപാടി മാത്രമല്ല എന്ന് പറയട്ടെ. ഒരു സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ലിംഗ മത ജാതി ന്യൂനപക്ഷങ്ങൾക്ക് അവർ അർഹിക്കുന്ന പരിഗണന നൽകണമെന്നതാണ്. അധികാരത്തിൽ പങ്കു നൽകണമെന്നാണ്. രാജ്യത്തിൻ്റെ പൊതുസ്വത്ത് ചിലവഴിക്കുമ്പോൾ എല്ലാവരെയും ഒക്കെ പരിഗണിക്കണമെന്നുള്ളതാണ്. ആളുകളുടെ തലയെണ്ണി കീറിമുറിച്ചെല്ലാം തീരുമാനിക്കണമെന്നല്ല. എല്ലാവർക്കും അർഹമായിട്ടുള്ള മിനിമം പരിഗണന കിട്ടുന്നു എന്ന തോന്നലെങ്കിലും ഉണ്ടാകണം എന്നുള്ളതാണ്. അത് ജനാധിപത്യത്തിലെ അടിസ്ഥാന മര്യാദയാണ്. അത് നടപ്പിലാകുന്നുണ്ടോ? ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ നടപ്പിലാക്കുന്നുണ്ടോ എന്നാണ് അറിയേണ്ടത്. മുസ്ലിങ്ങൾ അവർ നേരിടുന്ന അവഗണനയെക്കുറിച്ച് പറഞ്ഞാൽ അത് വർഗീയതയാണ്. പിന്നാക്ക അവർണ ഹിന്ദുക്കൾ പറഞ്ഞാൽ അത് ജാതീയതയാണ്. കേരളത്തിൻ്റെ നികുതി പണം നീതിപൂർവം ചെലവഴിക്കണമെന്ന് മലബാറുകാർ പറഞ്ഞാൽ അത് പ്രാദേശികവാദമാണ്. സംഘികൾ ഒന്നുമല്ല ഇത്തരത്തിൽ പ്രചരിപ്പിക്കുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ തന്നെ ഇതിനോടൊപ്പം ചേർന്ന് ഈ വർഗീയ ചാപ്പയുടെ ആശാന്മാരാകുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ജാതി രാഷ്ട്രീയം ഇവിടെ തലയെണ്ണി വരിപ്പണം വാങ്ങുന്നതും പോലെ വോട്ടിനു വേണ്ടി ജാതിയെയും സമുദായത്തെയും ഒക്കെ തൂക്കി വിൽക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടിവിടെ സമുദായ നേതാക്കളുടെയും സഭാമേളധ്യക്ഷന്മാരുടെയും ഒക്കെ തിണ്ണനിരങ്ങുന്നത് ഈ രാഷ്ട്രീയക്കാരെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വോട്ട് രാഷ്ട്രീയം, ആ വോട്ട് രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രമുള്ള ഒരു യാത്രയാണത്. ഇവിടെ ജാതി പറഞ്ഞ് അവരുടെ വോട്ട് നേടാൻ വേണ്ടി എല്ലാവരും കോൺഗ്രസ് എന്നും കമ്മ്യൂണിസ്റ്റ് എന്നും ഇപ്പോൾ BJPയും ഒക്കെ നടത്തുന്ന ഈ പൊറാട്ട് നാടകമാണിത്. ഈഴവനെ സ്വാധീനിക്കാൻ വെള്ളാപ്പള്ളിയെ കണ്ട് കാല് പിടിക്കുന്നു. അന്തംകമ്മിയും കോൺഗ്രസ് നേതാക്കളും പിന്നെ BJPയുടെ മുന്തിയ നേതാക്കളുമൊക്കെ ഈ ഈഴവ വോട്ടിന് വേണ്ടി പരക്കം പായുന്നു. നായരെ സ്വാധീനിക്കുവാൻ പെരുന്ന പോപ്പിനെ കാണാൻ പോകുന്നു. പിന്നെ ഇവിടുത്തെ ക്രൈസ്തവ സഭയുടെ മേലധ്യക്ഷന്മാരുടെ അരമനകളിൽ പോയി അവരുടെ കാല് കഴുകി വെള്ളം കുടിച്ച് വോട്ടുറപ്പിക്കുന്നു. അതാണ് ഈ നാറികൾ എന്ന് പറയപ്പെടുന്നത്. എന്തൊരു ഗതികെട്ട രാഷ്ട്രീയമാണ്, എന്ത് ഗതികെട്ട രാഷ്ട്രീയക്കാരാണ്. ഇപ്പോൾ ഇവിടുത്തെ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരാണ് KPCC പ്രസിഡന്റിന് അടക്കം തീരുമാനിക്കുന്നത് എന്ന് പറയപ്പെടുമ്പോൾ എത്രമാത്രം ഗതികളിലേക്ക് ആ പാർട്ടി പോയി എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നില്ലേ? ഇതിലൊരല്പം മുന്നോട്ട് ചിന്തിക്കുന്ന പ്രസ്ഥാനമെന്ന് കരുതിയത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയാണ്. ഇപ്പോൾ അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ അവരിപ്പോൾ വീട് വെച്ച് ഈ ജാതിക്കോമരങ്ങളുടെ കൂടെ പാർത്തു തുടങ്ങിയിരിക്കുന്നു പറയേണ്ടിയിരിക്കുന്നു, ഒപ്പം ചേർന്ന് സഞ്ചരിക്കുന്നു എന്നുള്ളത്. CPMന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ കാണാൻ പോകുന്നു. പെരുന്നയിൽ പോയി NSSന്റെ ആചാര്യനെ കണ്ട് കാല് പിടിക്കുന്നു. മെത്രാന്മാരെയും സഭകളെയും കൂട്ടുപിടിച്ച് കുമ്പസാരിക്കുന്നു. എന്തു വേണോ ചെയ്യാൻ പിണറായി തയ്യാറാണ്, വോട്ട് കിട്ടിയാൽ മതി. BJPയും ഇതേ പാതയിലാണ്. എന്തൊക്കെ ബഹളമായിരുന്നു അവർക്ക്. മറ്റുള്ളവരുടെ വോട്ട് വേണ്ട എന്ന് വീമ്പ് പറഞ്ഞവർ ക്രൈസ്തവ ദേവാലയങ്ങളിൽ കയറിയിറങ്ങി കുരുത്തോല പെരുന്നാൾ വരെ ആഘോഷിക്കുന്ന തിടുക്കത്തിലാണ് എന്നുള്ളതാണ്. അച്ഛന്മാരുടെ കാല് കഴുകി ശുശ്രൂഷ നടത്തുന്ന തിടുക്കത്തിലുമാണവർ. പ്രീണിപ്പിക്കാവുന്നതിൻ്റെ പരമാവധി പ്രീണിപ്പിച്ച് വോട്ടുറപ്പിക്കുന്നു ഈ BJPയും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും. വെള്ളാപ്പള്ളി ഒരേ സമയം മുഖ്യമന്ത്രിയെയും പഴയ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെയും പുകഴ്ത്തുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്.
മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ രമേശ് ചെന്നിത്തല തന്നെയാണ് എന്ന് തുറന്നു പറച്ചിൽ നടത്തുന്നു. ഈഴവ പ്രാതിനിധ്യം കൂടുതലാണ് ഇപ്പോൾ പിണറായിയുടെ സർക്കാരിൽ എന്ന് വേണമെങ്കിൽ പറയാം. കടകംപള്ളിയും വാസവനും അടക്കമുള്ളവരുടെ സ്ഥാനം ഉറപ്പിച്ചു നൽകുവാനും വെള്ളാപ്പള്ളിയുടെ ഇടപെടൽ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഇവന്മാർ ഒന്നും വിചാരിച്ചാൽ ആ സമുദായത്തിൻ്റെ വോട്ടൊന്നും അവർ പറയുന്നവർക്ക് തന്നെ കിട്ടണമെന്നുണ്ടോ? ഒരിക്കലുമില്ല. സമുദായത്തിന് തോന്നുന്നവർക്ക് ചെയ്തു. അതായത് ഈ 2024 ഒരു കണക്ക് പൊതു തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് ഇലക്ഷൻ കമ്മീഷൻ പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടിക പ്രകാരമാണെങ്കിൽ വോട്ടർമാരിൽ 35% മുസ്ലിങ്ങളാണ്, 18% ക്രിസ്ത്യാനികൾ, 47% ഹിന്ദുക്കൾ. ഈ നമ്മുടെ കാനേഷുമാരി പ്രകാരം കേരളത്തിൽ ജീവിക്കുന്ന 40 ലക്ഷം അന്യസംസ്ഥാനക്കാരും ഇതിനോടൊപ്പം വരും. പക്ഷേ വോട്ടർ പട്ടികയിൽ അവരില്ലാത്തത് കൊണ്ടാണ് വോട്ടർ പട്ടികയും ബാക്കിയുള്ള പോപ്പുലേഷൻ രജിസ്റ്ററും തമ്മിലുള്ള മാറ്റം വരുന്നത് എന്ന് കൂടി പറയട്ടെ. അപ്പോൾ ആകെ ജനസംഖ്യയുടെ 12% മാത്രം വരുന്ന നായർ സമുദായം, 18% വരുന്ന ക്രിസ്ത്യൻ സമുദായം, 24% വരുന്ന ഈഴവ സമുദായം, 15% വരുന്ന പട്ടികജാതിക്കാർ. അപ്പോൾ 35% വരുന്ന മുസ്ലിം സമുദായത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, 12% വരുന്ന നായന്മാരെക്കുറിച്ചും പറഞ്ഞു. ആ നായർ സമുദായക്കാരുടെ 1/3 സീറ്റുകൾ മാത്രമാണ് ഈഴവർക്ക് കൊടുക്കുന്നതിലെ അനീതി എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് SNDPയുടെ അപ്പോസ്തലൻ, ആ സമുദായത്തിൻ്റെ അപ്പോസ്തലനായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ സ്വാമികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും കടിപിടി കൂടിക്കൊണ്ടിരിക്കുന്ന നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവർക്ക് അവകാശവാദം ഉന്നയിക്കുവാൻ SNDPയുടെ അപ്പോസ്തലൻ നടേശനാണ്. ഇനി ഞാൻ വേറൊരു കണക്ക് കൂടി പറയാം. അതായത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സംസ്ഥാനത്ത് ആകെ പോൾ ചെയ്ത വോട്ടുകൾ എന്ന് പറയപ്പെടുന്നത് 1,97,71,478. ഇതിൽ 90,18,752, അതായത് 45.6% വോട്ട് UDF ലഭിച്ചു. 67,66,061 വോട്ടുകൾ, അതായത് 34.21% LDF കിട്ടി. ഇനി BJP മുന്നണിക്ക് കിട്ടിയത് 38,37,003 വോട്ടുകൾ, 19.4% എന്ന് പറഞ്ഞു. അരമനകളിലും സമുദായ നേതാക്കളുടെ വീടിൻ്റെ തിണ്ണയിലുമൊക്കെ നിരങ്ങുന്ന പണി മതിയാക്കിക്കൊണ്ട് ജനത്തിന് ഉതകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്താൽ ആ പറയുന്ന ആൾക്കാർ നിങ്ങൾക്ക് വോട്ട് നൽകി വിജയിപ്പിക്കും. ഇല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഈ പൊതുജനം നിങ്ങളെയൊക്കെ വഴിയിൽ തടഞ്ഞു നിർത്തി ഉടുമുണ്ടു പറിക്കുന്ന കാലം വിദൂരമല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കണക്കുകളിൽ നിന്നും ഇപ്പോൾ 12% നായന്മാരാണെങ്കിലും 24% ഈഴവന്മാരാണെങ്കിലും 35% മുസ്ലിങ്ങളാണെങ്കിലും 18% ക്രൈസ്തവരാണെങ്കിലും ശരി, ഈ പറയുന്ന ക്രൈസ്തവ മതമേലധ്യക്ഷൻ്റെയും 12% സമുദായ ആചാര്യൻ്റെയും 24% SNDPയുടെ നടേശഗുരുവിൻ്റെയൊക്കെ പാദങ്ങളിൽ ചെന്ന് ആ പാതാരബിന്ദങ്ങളിൽ കമിഴ്ന്നു വീണ് തൊഴുത് കാൽ കഴുകി ശുശ്രൂഷ നടത്തേണ്ട എന്ത് ഗതികേടാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കുള്ളത് എന്നുള്ളതാണ്. ഒരേ സമയം തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയും നമ്മുടെ KPCC പ്രസിഡന്റും ഇവിടുത്തെ BJPയുടെ നേതാക്കളുമൊക്കെ ഈ പറയുന്ന പള്ളിത്തന്തമാരുടെയും ജാതിക്കോമരങ്ങളുടെയും വീടാന്തരം കയറിയിറങ്ങുന്നു, അരമനകൾ കയറിയിറങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത. ഈ പറയുന്നവന്മാരാണോ ഇവിടെ വോട്ട് രാഷ്ട്രീയം ഉണ്ടാക്കേണ്ടത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ പള്ളിത്തന്തമാരും ഈ പാതിരികളും ജാതിക്കോമരങ്ങളും തീരുമാനിച്ചാൽ ഇവിടുത്തെ ആർക്കും ഈ സംസ്ഥാനം ഭരിക്കാമെന്നുള്ള തരത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് നെറികേടല്ലേ? അപ്പോൾ അത്തരത്തിൽ ജാതിക്കോമരങ്ങളെ മാറ്റി നിർത്തണം. സമുദായ ആചാര്യന്മാരുടെ വീടുകളിലേക്ക്, ആ പടികളിലേക്ക് കടന്നു പോകുന്ന രാഷ്ട്രീയക്കാരന്മാരെ നിഷ്കാസനം ചെയ്യണം. നിർത്തിയേക്കരുത് ഇങ്ങനെയുള്ളത്. ഇവർ പറയുന്ന ആൾക്കാരെ മത്സരിപ്പിക്കരുത്. KPCC പ്രസിഡന്റ് തന്നെ തിരഞ്ഞെടുക്കാൻ പോകുമ്പോൾ കത്തോലിക്ക സഭ പറയുന്നു, ഞങ്ങൾ പറയുന്ന 2 പേരുകളിൽ ഒരാളെ നിങ്ങൾ ഇവിടെ KPCC പ്രസിഡന്റ് ആക്കൂ എന്ന്. ഈ പള്ളിത്തന്തമാർ പറയുന്ന ആൾക്കാരെ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ അവരുടെ KPCC പ്രസിഡന്റിനെ തീരുമാനിക്കുന്നത് ഇവർ പറഞ്ഞിട്ടാണോ? അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ പാർട്ടിക്ക് നട്ടലില്ല എന്ന് പറയേണ്ടി വരില്ലേ? അപ്പോൾ അതുപോലെ തന്നെയാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ വളരെ വ്യത്യസ്തമായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന ഒരു പാർട്ടിയാണെങ്കിൽ കൂടിയും ഇപ്പോൾ ജാതി കോമരങ്ങളുടെയും ഒപ്പം തന്നെ ഈ ക്രൈസ്തവ സഭകളുടെയും ഒക്കെ അധ്യക്ഷന്മാരെയും മെത്രാന്മാരുടെയും ഒക്കെ കാൽ കഴുകി വെള്ളം കുടിക്കുന്ന അവസ്ഥയിലേക്ക് തരം താണു പോയിരിക്കുന്നു. BJPയും അത് തന്നെയാണ് അവരുടെ പാത. അപ്പോൾ എല്ലാവർക്കും ഒരൊറ്റ കാര്യമേ ഉള്ളൂ, വോട്ട് രാഷ്ട്രീയം എന്നുള്ളത്. വോട്ട് നേടി അധികാരത്തിലേക്ക് മടങ്ങണമെന്നുള്ളത്. അതിനുവേണ്ടി തന്നെയാണ് പിണറായി ആണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും സുധാകരനാണെങ്കിലും VD സതീശനാണെങ്കിലും എന്തിന് ഇപ്പോൾ BJP തിരഞ്ഞെടുക്കപ്പെട്ടു വിട്ട MP ആയ സുരേഷ് ഗോപി ആണെങ്കിലും ഇവിടുത്തെ BJPയുടെ അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർക്ക് ജാതിക്കോമരങ്ങളുടെ വീട് കയറി ഇറങ്ങുക, സമുദായ ആചാര്യന്മാരുടെ വീട് കയറി ഇറങ്ങുക,
മെത്രാന്മാരുടെ അരമനകളിൽ പോവുക, എന്നിട്ട് അവരുടെ കാല് കഴുകി വെള്ളം കുടിക്കുക, അവരുടെ ശുശ്രൂഷ ഏറ്റുവാങ്ങുക. അതിനുശേഷം അവർ പറയുന്ന ആൾക്കാരെ ഇലക്ഷനിൽ, അത് ഞാൻ നേരത്തെ ആദ്യം സൂചിപ്പിച്ച ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പോലും ഈ മെത്രാന്മാരും ഈ സഭാ നേതാക്കളും അല്ലെങ്കിൽ ഈ സമുദായ ആചാര്യന്മാരും പറയുന്നു ഇന്ന ആൾക്കാരെ നിർത്തണം. അപ്പോൾ ഇവർ പറയുന്നത് നിർത്താൻ വേണ്ടിയിട്ടാണോ ഇത്രയും കാലം രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചത്? ചെറിയ ചെറിയ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൂടെ വളർന്ന് യുവജന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വന്ന് പൊതുരാഷ്ട്രീയത്തിലേക്ക് എത്തപ്പെടുമ്പോൾ അവർക്ക് ജീവിക്കുവാനുള്ള മാർഗം കണ്ടുപിടിച്ചു കൊടുക്കണമെങ്കിൽ ഈ പള്ളിത്തന്തമാരുടെയും സഭാ നേതാക്കളുടെയും സമുദായ ആചാര്യന്മാരുടെയും ഒക്കെ കാല് പിടിക്കേണ്ട ഗതികേടിലേക്ക് ഒരു രാഷ്ട്രീയക്കാരെ കൊണ്ടെത്തിക്കുന്നുണ്ട് എങ്കിൽ അതിന് പിന്നിൽ ഈ വോട്ട് രാഷ്ട്രീയം മാത്രമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പക്ഷെ അങ്ങനെ ചെയ്യാൻ കഴിവില്ലാത്ത, കരുത്തില്ലാത്തവർ, ഈ സഭാ നേതാക്കന്മാരെ തള്ളിക്കളയാൻ കരുത്തുള്ളവർ, ഈ സമുദായ ആചാര്യന്മാരെ തള്ളിക്കളയാൻ കരുത്തുള്ളവർ ഈ പാർട്ടിക്കകത്തുണ്ടാകണം. അങ്ങനെയുള്ളവർ വളർന്നു വരേണ്ടതുണ്ട്. ആ ഒരു പുതിയ തലമുറ മാറ്റം ഉണ്ടായാൽ മാത്രമേ ഈ സഭാ നേതാക്കന്മാരും പള്ളിത്തന്തമാരും ജാതിക്കോമരങ്ങളും ഒക്കെ നാട് ഭരിക്കുന്ന കോരളത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.